ഇതിന്റെ പശ്ചാത്തലത്തിൽ പെട്രോളിനും ഡീസലിനും ഉടൻ വില വർദ്ധിച്ചേക്കും. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നാണ് ഇപ്പോൾ PTI റിപ്പോർട്ട് ചെയ്യുന്നത്. കേന്ദ്ര സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ചാണ് PTIയുടെ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവരുന്നത്. എണ്ണയുടെ അസംസ്കൃത എണ്ണയുടെ വില കുത്തനെ ഉയർന്ന പശ്ചാത്തലം എണ്ണ കമ്പനികളുടെ നഷ്ടം നികത്തണമെന്ന് സർക്കാർ നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. എണ്ണ കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് വലിയ സമ്മർദ്ദം സർക്കാരിനോട് ചെലുത്തുന്നുണ്ട്. പക്ഷേ സർക്കാർ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല എന്നായിരുന്നു ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ. പക്ഷേ തെരഞ്ഞെടുപ്പ് കൂടി അവസാനിച്ച പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ വർധനവുണ്ടായേക്കാം. ബാരലിന് $126 ഇപ്പോൾ എണ്ണവില എത്തിയിരിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നത്. ഒരുപക്ഷെ പെട്രോളിന് 4 മുതൽ 5 വരെ രൂപ കൂട്ടിയേക്കാം എന്ന് ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. VR കാർത്തിക് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. കാർത്തിക്, ഇതിപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പശ്ചാത്തലമുണ്ട്. ലിറ്ററിന് 20 രൂപ വരെ പെട്രോളിന് നഷ്ടമാണെന്നാണ് എണ്ണ കമ്പനികൾ പറയുന്നത്. സർക്കാർ തീരുമാനം നിർണായകമാണ്. ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? രഞ്ജിത്ത്, അങ്ങനെ പ്രതീക്ഷിക്കണം. കാരണം പശ്ചിമേഷ്യൻ യുദ്ധം ആരംഭിച്ച ശേഷം പല ഘട്ടങ്ങളിലായി ക്രൂഡ് ഓയിൽ വില 4 വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കായ ക്രൂഡ് ബാരലിന് $120 കടന്ന സാഹചര്യമുണ്ട്. ശരാശരി കഴിഞ്ഞ 9 ആഴ്ചക്കിടയിൽ 110നും 114 ബാരലിനും ഇടയിലാണ് ഈ വില നിലനിൽക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പല അഭ്യൂഹങ്ങളും നിലനിന്നിരുന്നു. അതായത് 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പെട്രോൾ ഡീസൽ വില ഉയരുമെന്നായിരുന്നു ഈ അഭ്യൂഹം. പക്ഷേ പല ഘട്ടങ്ങളിലും ഈ അഭ്യൂഹം കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ തള്ളി. എന്നാൽ പുതിയ പ്രതികരണങ്ങൾ നൽകുന്ന സൂചന വില വർധന അനിവാര്യമായിരിക്കുന്നു എന്നതാണ്. അതിന് ഇടയാക്കിയ സാഹചര്യവും ഈ പശ്ചിമേഷ്യൻ യുദ്ധം മൂലം ഉണ്ടായ ക്രൂഡ് ഓയിലിൻ്റെ വില തന്നെയാണ്. ലിറ്ററിന് 4 രൂപ മുതൽ 5 രൂപ വരെയും അതോടൊപ്പം തന്നെ LPGക്ക് 40 മുതൽ 50 രൂപ വരെയും ഉയരും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമില്ല. കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണം വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് 4 മുതൽ 5 രൂപ വരെ പെട്രോളിനും ഡീസലിനും വില ഉയരാം. അതോടൊപ്പം തന്നെ LPG സിലിണ്ടറിന് 40 മുതൽ 50 രൂപ വരെ ഉയരാം എന്നാണ്. നേരത്തെ സ്വകാര്യ പെട്രോളിയം കമ്പനികൾ, അതായത് ഷെൽ ഇന്ത്യ, നയാര അടക്കമുള്ള കമ്പനികൾ പെട്രോൾ വില ഒരു ഘട്ടത്തിൽ ഉയർത്തിയിരുന്നു. ഏപ്രിൽ 1-നാണ് അവർ ഈ വിലവർധന നടപ്പിലാക്കിയത്. അന്ന് 7 രൂപ 41 പൈസയാണ് പെട്രോളിന് ഉയർത്തിയത്. അതോടൊപ്പം തന്നെ ഡീസലിനാകട്ടെ 25 രൂപ 1 പൈസ. അങ്ങനെയാണ് സ്വകാര്യ എണ്ണ കമ്പനികൾ ഏപ്രിൽ 1-ന് ഈ പെട്രോൾ വില വർധന നടപ്പിലാക്കിയത്. മാത്രമല്ല പല ഘട്ടങ്ങളിലായി മറ്റു പോംവഴികൾ ഇല്ലാത്തതിനാൽ പ്രീമിയം പെട്രോളിൻ്റെ വിലയും ഉയർന്നിരുന്നു. ഏപ്രിൽ 1-ന് ഇന്ത്യൻ ഓയിൽ XP 100 പ്രീമിയം പെട്രോളിന് ലിറ്ററിന് 11 രൂപ കൂട്ടിയിരുന്നു. അങ്ങനെ 149 നിന്ന് അത് 160 രൂപയായി. പ്രീമിയം വേരിയൻ്റായ എക്സ്ട്രാ ഗ്രീൻ ഡീസലിന് 91 രൂപ 49 പൈസയായിരുന്നത് 92 രൂപ 99 പൈസയായി. ഇങ്ങനെ പല ഘട്ടങ്ങളിലായി വാണിജ്യ സിലിണ്ടറിൻ്റെ വില കൂട്ടി. അതോടൊപ്പം തന്നെ 5 കിലോ LPG സിലിണ്ടറിൻ്റെ വില കൂട്ടി. വിമാന ഇന്ധനത്തിൻ്റെ വില കൂട്ടേണ്ട സാഹചര്യം വന്നു. ഇപ്പോൾ മറ്റ് പോംവഴികൾ ഒന്നുമില്ല. കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില അനുദിനം ഉയരുന്നു. അത് ശരാശരിയിൽ താഴെ, ശരാശരി 110നും 114 ഇടയിൽ ഒരു 9 ആഴ്ചക്കിടയിൽ ഒരു ശരാശരി എടുത്താൽ അങ്ങനെയാണ് അതിൻ്റെ വില നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും വില വർധനമല്ലാതെ മറ്റ് പോംവഴിയില്ല. നമുക്ക് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്ന ചില കണക്കുകൾ കൂടി ഈ ഘട്ടത്തിൽ നോക്കാം. അതായത് ബാരലിന് $10 വില ഉയരുമ്പോൾ ശരാശരി അത് ഇന്ത്യൻ രൂപയിലും 1 ലിറ്ററിൻ്റെ വിലയിലും ഒക്കെ പ്രതിഫലിക്കുക 6 രൂപയുടെ വർധനയാണ്. അങ്ങനെ $10 വില ക്രൂഡിന് ബാരലിന് ഉയർന്നാൽ 6 രൂപ വരെ ലിറ്ററിന് ഉയരും. അങ്ങനെ നോക്കുമ്പോൾ തന്നെ 24 രൂപ വരെ ഉയർത്തേണ്ട സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. പക്ഷേ അത് സാധാരണക്കാരുടെ മേൽ വലിയ തോതിലുള്ള ഭാരം അടിച്ചേൽപ്പിക്കും. ഏറ്റവും ഒടുവിൽ കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ പ്രതികരണം കൂടി ഈ വാർത്തകളോട് കൂട്ടി വായിക്കണം. സാധാരണക്കാരുടെ മേൽ ഈ ഭാരം അടിച്ചേൽപ്പിക്കില്ല എന്ന് പറയുമ്പോൾ തന്നെയും കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികരണങ്ങളിൽ ആവർത്തിക്കുന്നത് മെയ് 2022 ശേഷം പെട്രോൾ ഡീസൽ വിലവർധന ഉണ്ടായിട്ടില്ല. അതായത് 4 വർഷം കാര്യമായ വിലവർധന ഉണ്ടായിട്ടില്ല. ആ സാഹചര്യം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് പരമാവധി ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാനാവും കേന്ദ്രം ശ്രമിക്കുക. മറ്റൊന്ന്, നമുക്കറിയാം ഈ വില വല്ലാതെ കുറഞ്ഞു നിന്നപ്പോൾ എണ്ണ കമ്പനികൾ പെട്രോൾ ഡീസൽ വില കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ലല്ലോ കാർത്തിക്. അന്ന് അവർ ഉണ്ടാക്കിയത് കൊള്ള ലാഭമാണ്. അതായത് 46ഉം 45ഉം ഒക്കെ ബാരലിന് വിലയുള്ളപ്പോൾ അവർ 110-ൽ നിന്ന് 107-ൽ നിന്ന് പെട്രോളോ അല്ലെങ്കിൽ 95-ൽ നിന്ന് ഡീസലോ ഒന്നും കുറയ്ക്കാൻ തയ്യാറാകാതെ കൊള്ള ലാഭം വർഷങ്ങളോളം അവർ ഉണ്ടാക്കിയിരുന്നു. അതിൽ നിന്ന് ഉണ്ടാക്കിയ ലാഭം വേണമെങ്കിൽ ഇപ്പോൾ അവർക്ക് ചിലവഴിക്കാമെന്ന നിലപാടിലേക്ക് കൂടി കേന്ദ്രത്തിന് വേണമെങ്കിൽ തീരുമാനമെടുക്കാമല്ലോ. കാർത്തിക് പറഞ്ഞ ഈ കണക്ക് വെച്ചൊന്ന് നമ്മൾ നോക്കുമ്പോൾ പെട്രോളിയം കമ്പനി അധികൃതരെ ഉദ്ധരിച്ചുകൊണ്ട് വരുന്ന വിവിധ റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകളിൽ അവരുടെ ഭാഗമായി അവർ പറയുന്നത് 4 വർഷമായി ഈ പെട്രോൾ ഡീസൽ വിലയുടെ വർധന കാര്യമായി ഉണ്ടായിട്ടില്ല. എന്നാൽ ബാരലിന്
പല ഘട്ടങ്ങളിലും വില കൂടിയ സാഹചര്യവും ഉണ്ടായിരുന്നു. ഇപ്പോൾ 9 ആഴ്ച പിന്നിടുന്നു ഈ യുദ്ധം ആരംഭിച്ചിട്ട്. പ്രതിസന്ധി അതിരൂക്ഷമാണ്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ലിറ്ററിന് 15 രൂപ മുതൽ 20 രൂപ വരെ നഷ്ടത്തിലാണ് കച്ചവടം നടത്തുന്നത്. അതായത് പ്രതിദിനം 1200 മുതൽ 1600 കോടി രൂപ വരെ, അതായത് ഒരു മാസം ശരാശരി 48,000 കോടിയുടെ നഷ്ടം ഉണ്ട് എന്നാണ് ഈ രംഗത്തെ വിദഗ്ധരെ ഉദ്ധരിച്ചുകൊണ്ട് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടുകളിൽ ഉള്ളത്. അതായത് അവർ ചൂണ്ടിക്കാട്ടുന്നത് വലിയ നഷ്ടമാണ്. ഈ നഷ്ടം ഇങ്ങനെ മുന്നോട്ട് പോകാനാകില്ല എന്നതാണ് അവർ ചൂണ്ടിക്കാട്ടുന്ന കാരണം. എന്തായാലും വാണിജ്യ ആവശ്യത്തിനുള്ള പാചകവാതക സിലിണ്ടറിന്റെ വില കഴിഞ്ഞ ദിവസം കുത്തനെ ഉയർത്തിയിരുന്നു. 993 രൂപയാണ് കൂടിയത്. 3106 രൂപയിലേക്ക് വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള പാചകവാതക സിലിണ്ടറിന്റെ വിലയെത്തി. സാഹചര്യങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കും എന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി പറയുമ്പോൾ ഒരു പക്ഷേ കൗണ്ടിങ്ങിന് ശേഷമോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ഇതിനനുസരിച്ചുള്ള തീരുമാനം ഉണ്ടായേക്കും. 4 രൂപ മുതൽ 5 രൂപ വരെ പെട്രോളിനോ ഡീസലിനോ വില ഉയരാനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത്. മാത്രമല്ല LPGക്കാകട്ടെ 24 രൂപ മുതൽ ഉയർന്നേക്കും എന്ന സൂചനകളും പുറത്തു വരുന്നു. PR കാർത്തിക്കാണ് സമഗ്രമായ വിശകലനം നടത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.